കേരള മനസ്സാക്ഷിയെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതി അഫാന്റെ മനോനില ഞെട്ടലുണ്ടാക്കുന്നതെന്ന് പോലീസ്. ആദ്യത്തെ 3 കൊലപാതകങ്ങൾക്ക് ശേഷം ബാറിൽ കയറി മദ്യപിച്ചതായി അഫാൻ വെളിപ്പെടുത്തി. മദ്യപാനത്തിനു ശേഷമാണ് അടുത്ത പെൺസുഹൃത്തിനെയും അനുജനെയും കൊലപ്പെടുത്തിയത്. പ്രതി നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ചോദ്യം ചെയ്താൽ മാത്രമേ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം വ്യക്തമാകൂ. ആവശ്യമെങ്കിൽ മനഃശാസ്ത്ര വിദഗ്ധരുടെ സേവനം തേടുമെന്നും അന്വേഷണ സംഘം പറഞ്ഞു. യാതൊരു കുറ്റബോധമോ പരിഭ്രമമോ ഇല്ലാതെ ഉറ്റവരെ കൊന്നൊടുക്കിയ അഫാന്റെ മാനസിക നില നടുക്കുന്നതാണെന്ന് പോലീസ് പറയുന്നു. സാധാരണഗതിയിൽ കൂട്ടക്കൊല നടത്തുന്ന പ്രതികൾ വേഗം ഒളിവിൽ പോവുകയോ കീഴടങ്ങുകയോ ചെയ്യും. എന്നാൽ അഫാൻ വളരെയധികം സമയമെടുത്ത് ഒരു പരിഭ്രമവും ഇല്ലാതെയാണ് ഉറ്റവരെ കൊന്നൊടുക്കിയത്. കൊലപാതകങ്ങൾക്കിടയിൽ കൃത്യമായ ഇടവേള എടുത്തു. ബാറിൽ കയറി മദ്യപിച്ചു. പരിചയക്കാരോട് സാധാരണ പോലെ പെരുമാറി. തൊട്ടടുത്ത വീട്ടുകാർ പോലും അഫാന്റെ വീട്ടിൽ നിന്ന് ഒരു ശബ്ദവും കേട്ടിട്ടില്ല. ഒരു പശ്ചാത്താപമില്ലാതെയാണ് കൊലപ്പെടുത്തിയ രീതി വിവരിച്ചത്. അഫാനെ ചോദ്യം ചെയ്യാനുള്ള ശ്രമത്തിലാണ് പോലീസ്. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നില്ല. അഫാൻ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നതിൽ വ്യക്തതയില്ല. ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നാലേ ഇതിൽ വ്യക്തത ലഭിക്കൂ. കൂട്ട ആത്മഹത്യയെക്കുറിച്ച് മുൻപ് ആലോചിച്ചിരുന്നുവെന്ന പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അഫാന്റെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി പരിശോധിക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചു. കൂട്ട ആത്മഹത്യക്കുള്ള മാർഗങ്ങൾ ഗൂഗിളിൽ തിരഞ്ഞിരുന്നുവെന്നാണ് പ്രതിയുടെ മൊഴി. അഫാന്റെയും ഉമ്മ ഷെമിയുടെയും ഫോണുകളും പരിശോധിക്കും.